പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി തുടങ്ങിയ ആക്രമണങ്ങൾക്ക് അന്ത്യമാകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വിറ്റ്സർലൻഡിൽ നടന്ന ഇറാൻ-US സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടം അവസാനിച്ചുവെന്നും ചർച്ച പുരോഗമനപരമായിരുന്നുവെന്ന് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാനും ഖത്തറും അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വാക്പോര് മുറുകുന്ന വാർത്തകളാണ് പിന്നാലെ വന്നത്. പോരിന് കാരണം ആണവായുധ നിർമ്മാണമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. അതിന് കാരണം ഹിസ്ബുള്ളയാണ്. ലെബനനിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ ഉടനടി നിയന്ത്രിച്ചില്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ശക്തമായ സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ തങ്ങളുടെ സൈന്യം ഏത് തരത്തിലുമുള്ള തിരിച്ചടിക്കും സജ്ജമാണെന്നും അമേരിക്ക വാക്കുകളിൽ ജാഗ്രത പുലർത്തണമെന്നുമാണ് ഇറാൻ അതിന് മറുപടി നൽകിയത്. ഇതിനെല്ലാം പ്രധാന കാരണം ലെബനനിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണങ്ങൾ തന്നെയാണ്. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിഷേധ സൂചനയായി ഇറാനിയൻ ചർച്ചാ സംഘം യോഗത്തിൽ നിന്ന് കുറച്ചുനേരം പുറത്തുപോയതായും റിപ്പോർട്ടുകളുണ്ട്. ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ചർച്ചയുടെ ഗതിയെന്ന് ഇറാനിയൻ പ്രതിനിധി സംഘം അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ എന്താണ് ട്രംപിന്റെ നിലപാട്? അതെങ്ങനെയാണ് പശ്ചിമേഷ്യയുടെ സമാധാനത്തെ ബാധിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ലെബനനിലെ വെടിനിർത്തലാണ് US-ഇറാൻ സമാധാന കരാർ ചർച്ചകളുടെ അവസാന നിമിഷം വരെ ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഹിസ്ബുള്ളയുടെ സുരക്ഷയും ലെബനനിലെ തങ്ങളുടെ സ്വാധീനവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ഈ നിബന്ധനയിൽ ഉറച്ചു നിന്നത്. ലെബനൻ വിഷയത്തെ വേർതിരിച്ചുള്ള ചർച്ചകളിലൂടെ ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്താനുള്ള US-ഇസ്രയേൽ ശ്രമങ്ങൾ തടയുക എന്നതും ഈ നിലപാടിന് പിന്നിലുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ലെബനനിൽ ഇപ്പോഴും അത്ര സുഖകരമല്ല. ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കഴിഞ്ഞ ദിവസങ്ങളിലും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണങ്ങൾ തുടരുക തന്നെയാണ്. ലെബനനിലെ ഹിസ്ബുള്ളയെ തുരത്തുന്ന കാര്യത്തിൽ ഇസ്രയേലിന്റെ പ്രകടനത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഹിസ്ബുള്ളയെ നിർണായകമായി പരാജയപ്പെടുത്തുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്നും കെട്ടിടങ്ങൾ തകർക്കുന്ന സൈനിക തന്ത്രങ്ങളാണ് അവർ അമിതമായി ആശ്രയിക്കുന്നതെന്നുമാണ് ട്രംപ് വിമർശിച്ചത്. മാത്രമല്ല, ഹിസ്ബുള്ളയെ നേരിടുന്ന കാര്യത്തിൽ സിറിയൻ നേതൃത്വത്തിന് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ നിരീക്ഷണം. ഈ ദൗത്യം സിറിയയെ ഏൽപ്പിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയെങ്കിലും സിറിയയുടെ പങ്ക് എന്തായിരിക്കുമെന്ന കാര്യത്തിൽ വിശദാംശങ്ങളൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. നേരത്തെ പാരീസിൽ നടന്ന G7 ഉച്ചകോടിയിലും ട്രംപ് ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷറയെയാണ് അന്ന് അദ്ദേഹം പ്രശംസിച്ചത്. ബാഷർ അൽ അസദിന്റെ പതനത്തിന് ശേഷം അധികാരത്തിൽ വന്ന ഷറ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹത്തിന് ഹിസ്ബുള്ളയെ ഒട്ടും ഇഷ്ടമല്ല എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഹിസ്ബുള്ളയെ കൈകാര്യം ചെയ്യുന്നതിൽ ഇസ്രയേലിനേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സിറിയയ്ക്ക് കഴിയുമെന്നാണ് അന്ന് അദ്ദേഹം അവകാശപ്പെട്ടത്. ഇസ്രയേൽ കൂടുതൽ സമയമെടുക്കുന്നു. കൂടാതെ നിരവധി പേരാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷറയുടെ സൈന്യം ഇസ്രയേലിനേക്കാൾ ഭേദപ്പെട്ട രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നും അന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഈ മാസം ഇത് 3ാം തവണയാണ് ട്രംപ് ലെബനനിൽ സിറിയൻ ഇടപെടൽ ആവശ്യപ്പെട്ടതും. എന്നാൽ ട്രംപിന്റെ ആവശ്യം തള്ളി സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷറ രംഗത്തെത്തിയതാണ് അതിലെ പുത്തൻ ഡെവലപ്മെന്റ്. ലെബനനുമായി സൈനിക നടപടിക്കല്ല, സാമ്പത്തിക ഇടപെടലിനായാണ് ശ്രമിക്കുന്നതെന്ന് അൽ-മഷാദ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിൽ ഷറ വ്യക്തമാക്കിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനാണ് തങ്ങൾ US-നോട് ആവശ്യപ്പെടുന്നതെന്നും സിറിയൻ പ്രസിഡന്റ് പറഞ്ഞു. ലെബനന്റെ കാര്യത്തിൽ സിറിയയ്ക്ക് പല വഴികളുമുണ്ട്. സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഹാര മാർഗങ്ങളുമുണ്ട്. സിറിയയ്ക്കും ലെബനനുമിടയിൽ ബന്ധം പുനഃസ്ഥാപിക്കുന്ന കാര്യവും പരിഗണിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടാണ് ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ സാധിക്കില്ല. അതിന്റെ സ്വാധീനം ഇല്ലാതാക്കുകയോ ആയുധങ്ങൾ താഴെ വയ്ക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്ന ലെബനൻ കേന്ദ്രീകൃത കരാറിന് ഇറാൻ തയ്യാറാകാത്തതും അതുകൊണ്ട് തന്നെയാണ്. സിറിയയിൽ ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്ന അസദ് ഭരണകൂടത്തിന്റെ സ്വാധീനം ഇല്ലാതായതോടെ ലെബനനും ഹിസ്ബുള്ളയും ഇറാന്റെ പ്രാദേശിക സ്വാധീന ശൃംഖലയിലെ ഏറ്റവും പ്രധാന കണ്ണികളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. അതിനാൽ ലെബനനിൽ മേൽക്കൈ നഷ്ടപ്പെടുന്നത് ഇറാന്റെ മേഖലയിലെ സ്വാധീനത്തിനും തന്ത്രങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് നൽകുക. മാത്രമല്ല, US-ഉം ഇസ്രയേലും ഹിസ്ബുള്ളയെ ദുർബലമാക്കിയ ശേഷം തങ്ങൾക്ക് നേരെ തിരിഞ്ഞ് സമ്മർദ്ദം കൂട്ടുമെന്ന് ഇറാൻ ഭയപ്പെടുന്നുമുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ കാഴ്ചപ്പാടിൽ ലെബനൻ പ്രശ്നം വെറും വെടിനിർത്തൽ വിഷയമല്ല. ഹിസ്ബുള്ളയുടെ സൈനിക ശക്തിയെ നിയന്ത്രിക്കുന്നതും അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതുമാണ് പ്രധാന ലക്ഷ്യം. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ശേഖരവും അതിർത്തിക്ക് സമീപമുള്ള സൈനിക സാന്നിധ്യവും നേരിട്ടുള്ള സുരക്ഷാ ഭീഷണിയാണെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത്.
ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ മാത്രം സ്ഥിരമായ സമാധാനം ഉറപ്പാക്കില്ല എന്നതാണ് ഇസ്രയേലിന്റെ നിലപാടും. ദക്ഷിണ ലെബനനിലെ തങ്ങൾ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കുകയും ചെയ്തു. ലെബനനിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും വടക്കൻ ഇസ്രയേൽ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അതിർത്തിയിലെ സുരക്ഷാ മേഖലയിൽ സൈന്യം തുടരുമെന്നാണ് കാറ്റ്സ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലെബനനിൽ നിന്നുള്ള ഭീഷണികൾ നീക്കം ചെയ്യുന്നതിനായി പ്രവർത്തിക്കുന്നതിന് ഇസ്രയേൽ സൈന്യത്തിന് മേൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല എന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലെബനൻ വിഷയത്തെ സമഗ്ര കരാറിന്റെ ഭാഗമാക്കണമെന്ന ഇറാന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടുവെങ്കിലും കരാറിന്റെ പ്രായോഗിക നടപ്പാക്കലും ലെബനനിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ഹിസ്ബുള്ളയുടെ ഭാവി സൈനിക പങ്കും ഇപ്പോഴും നിർണായക ചർച്ചാ വിഷയങ്ങളായി മേഖലയിൽ തുടരുക തന്നെയാണ്. കരാർ ഒപ്പുവെച്ച ശേഷവും ഹിസ്ബുള്ളയുടെ പങ്കും ലെബനനിലെ രാഷ്ട്രീയ മാറ്റങ്ങളും പശ്ചിമേഷ്യൻ സമാധാനത്തിലെ പ്രധാന വിഷയങ്ങളായി മാറുമെന്നത് വസ്തുതയുമാണ്.